ഹലോ ആർമിസ്, യൂട്യൂബറായ സോജാങ് വിയുടെയും മറ്റ് ഐഡൽസിന്റെയും റെപ്യൂട്ടേഷൻ തകർക്കാൻ പെടാപ്പാട് പെടുകയായിരുന്നു. തുടർന്നാണ് വിയും ജംഗുക്കും ഇവർക്കെതിരെ കേസ് കൊടുക്കാൻ തീരുമാനിച്ചത്. സോ ആരാണ് സോജാങ്? സോജാങ് സൗത്ത് കൊറിയൻ സെലിബ്രിറ്റീസിനെ ടാർഗറ്റ് ചെയ്യുന്നതിൽ കുപ്രസിദ്ധയായി. ഫാൻസും ഇൻവെസ്റ്റിഗേറ്റേഴ്സും ഒരുപാട് ശ്രമിച്ചെങ്കിലും ഇവരെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് വളരെ കുറവാണ്. പാർക്ക് ജുഹാങ് എന്ന സൗത്ത് കൊറിയൻ ലേഡിയാണ് ഈ യൂട്യൂബ് ചാനൽ നടത്തുന്നത്. ഇവർക്ക് ഏകദേശം ഒരു 40 വയസ്സിന് മുകളിൽ പ്രായമുണ്ട്. ഇത്തരം വിവരങ്ങൾ മാത്രമാണ് ഇവരെക്കുറിച്ചുള്ളത്. K-pop ഫേക്ക് റൂമേഴ്സ് മേക്കിങ്ങും അതുപോലെ അവരെക്കുറിച്ച് മിസ്ഇൻഫർമേഷൻ കൊടുക്കുന്നതും ഇവരുടെ മെയിൻ കണ്ടന്റ് ആയിരുന്നു. കൂടുതലും ഇവർ BTSനെ ഫോക്കസ് ചെയ്ത് നെഗറ്റീവ് വീഡിയോസ് ചെയ്തു. മെയിൻ ആയിട്ടും VA ആയിരുന്നു ഫോക്കസ് ചെയ്തത്. അവരെക്കുറിച്ചുള്ള നല്ല കാര്യങ്ങൾ പറയാതെ ആരോപണങ്ങളും തെളിവില്ലാത്ത മിസ്ഇൻഫർമേഷനും മാത്രമാണ് അപ്ലോഡ് ചെയ്തിരുന്നത്. ചില ഐഡൽസ് ബുള്ളീസ് ആണെന്നോ പരസ്പരം ഡേറ്റിംഗിലാണെന്നോ തെളിവുകളൊന്നുമില്ലാതെ ഇവർ അവകാശപ്പെട്ടു. ഇതുപോലുള്ള പല റൂമേഴ്സിനും തുടക്കമിട്ടത് ഈ സോജാങ് ആണ്. തുടക്കത്തിൽ കുറെ പേർ ഈ ന്യൂസ് ഒക്കെ ബിലീവ് ചെയ്തു. ബട്ട് കുറച്ചു നാളുകൾക്ക് ശേഷം ആളുകൾക്ക് ഇവർ ഉടായിപ്പാണെന്ന് മനസ്സിലായി. തെളിവില്ലാതെ ഇവരിറക്കുന്ന റൂമേഴ്സ് ബുദ്ധിയുള്ളവരാരും വിശ്വസിച്ചില്ല. ഇതോടെ ഇവരുടെ സബ്സ്ക്രൈബേഴ്സ് കുറഞ്ഞെങ്കിലും വ്യൂസ് കൂടി. ഇങ്ങനെ ഐഡോൾസിന്റെ റെപ്യൂട്ടേഷൻ റൂയിൻ ചെയ്ത് സോജാങ് 10 മില്യണോളം ഏൺ ചെയ്തു. ഓൾമോസ്റ്റ് 2 years ഇവർ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു. ബട്ട് വിയും ജംഗുക്കും ഇവരെ സ്യൂ ചെയ്യാൻ തീരുമാനിച്ചു. വി ഓപ്പൺ ആയി 2021 ഇവരെ വിവേഴ്സിൽ ത്രെട്ടൺ ചെയ്തിരുന്നു. ഞാൻ കേസുമായി മുന്നോട്ട് പോകും, എനിക്ക് ആ മണി കൊണ്ട് സ്നാക്സ് എങ്കിലും വാങ്ങാമല്ലോ, നിന്നെ ഇനി കോർട്ടിൽ കാണാം, ഇതിന് പിന്നിലുള്ളവർക്കെല്ലാം ഞാൻ പണി കൊടുത്തോളാം, മെയിൻലി ഫോർ മെൻഷനിങ് മൈ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. കൂടാതെ ഇതിനെതിരെ സംസാരിക്കാൻ സാധിക്കാത്ത ഐഡൽസിന് വേണ്ടിയും. വിയുടെ തീരുമാനത്തിന് പുറകെ മറ്റ് ഐഡോൾസും ഇവർക്കെതിരെ കേസ് ഫയൽ ചെയ്തിരുന്നു. ഇതവരുടെ ചാനൽ ഡിലീറ്റ് ആകാൻ കാരണമായി. വാട്ട് നെക്സ്റ്റ്? ഈ ആഗസ്റ്റിൽ വിയും ജംഗുക്കും കൊടുത്ത കേസിന്റെ ഡിഫൻസ് സെക്ഷൻ നടക്കാൻ പോകുന്നു. ബട്ട് സോജാങ് പറയുന്നത് അക്കൗണ്ട് പോയെങ്കിലും ഞാൻ കംബാക്ക് ആയി വരുമെന്നാണ്. ബട്ട് സെക്കൻഡ് ചാനൽ നെഗറ്റിവിറ്റി വരുത്താനായിരിക്കില്ല, ചാരിറ്റിക്ക് വേണ്ടി ആയിരിക്കുമെന്നാണ് സോജാങ് പറയുന്നത്. അങ്ങനെ വിയും ജംഗുക്കും കാരണം നെഗറ്റീവ് കണ്ടന്റ് മേക്കറായ സോജാങ് നന്നാവാൻ തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താണ് ആർമീസ് ഇതിനെ കുറിച്ച് തോന്നുന്നത്? നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.